ഡോക്ടർ സോയ ജോസഫ്, മുൻപ് ഇവിടെ ആശാ പ്രവർത്തകരുടെ സമരമൊക്കെ നടന്നപ്പോൾ ഇതിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് അങ്ങനെ ഒരു സമീകരണത്തിലേക്ക് പോകുകയല്ല. പക്ഷേ എങ്കിൽ പോലും ആ സമരമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ സമരപ്പന്തലിൽ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഐക്യപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം. പക്ഷേ നഴ്സുമാരുടെ സമരത്തിലേക്ക് വരുമ്പോൾ ദിവസങ്ങളായി അവർ സമരം തുടരുകയാണ്. അങ്ങിങ്ങ് ചില ചെറിയ പ്രതികരണങ്ങൾ കാണുന്നുണ്ട് എന്നതിനപ്പുറം ഈ സമരത്തെ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷവും മാറുന്നത് കണ്ടില്ല ഇതുവരെ. എന്തുകൊണ്ടാണ് അത്? എന്താണ് സമരത്തിനോടുള്ള കോൺഗ്രസിന്റെ സമീപനം? അല്ല, കോൺഗ്രസിന് ആ സമരത്തോട് ചിലപ്പോൾ ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ നേതാക്കന്മാർ കൂടെ ഇരിക്കുന്ന ഒരു വേദിയാണ് പൂർണ്ണമായും. കാരണം എൻ്റെയും നിങ്ങളെയും പോലെയുള്ള തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ അടിയന്തര സർവീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട്, പ്രത്യേകിച്ചും അതിലൊരു 90-95% സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നൊരു മേഖലയിൽ വലിയ രീതിയിലുള്ള അനീതിയും അല്ലെങ്കിൽ അസമത്വവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ബോധം ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത് സമരം ചെയ്യുന്ന UNA-യോടും അതിൻ്റെ സംവിധാനങ്ങളോടും പൂർണ്ണമായും ഐക്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് തന്നെ, സംഘടനാ ചുമതല വഹിക്കുന്ന ACC-യുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം തന്നെ ശ്രീ KC വേണുഗോപാൽ, ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ള ആളുകളുടെ സെക്രട്ടേറിയറ്റ് മുൻപിലുള്ള സമരവേദിയിലെത്തി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നോട്ട് പോകലുകൾ, സമരത്തിന് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചതുമാണ്. എല്ലായിടങ്ങളിലും സമരം നടന്ന എല്ലായിടങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാരവാഹികൾ UNA-യുടെ സമരവുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല എനിക്ക് യാതൊരു ധാരണയുമില്ല. ഐക്യദാർഢ്യം അർപ്പിച്ചില്ല എന്നൊന്നുമല്ല സോയ ജോസഫ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, നോക്കൂ, ദിവസങ്ങളായി നഴ്സുമാർ തെരുവിലാണ്. അപ്പോൾ അവിടെ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ അതിന് നിലവിൽ സാധിക്കുക കേരളത്തിലെ പ്രതിപക്ഷത്തിനാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ. ആ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ആ മൂവ്മെന്റ് ഉണ്ടല്ലോ, അതിനല്പം വിമുഖതയുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അല്ലാതെ ഞാൻ ആരും പോയിട്ടില്ല, ഐക്യദാർഢ്യപ്പെട്ടിട്ടില്ല എന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. അല്ല, ഒരു തരത്തിലുമില്ല. അതിനൊരു വിമുഖത കാണിക്കേണ്ട ആവശ്യവുമില്ല. കാരണം അവർ പറയുന്ന സമരങ്ങൾ ന്യായമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നേരത്തെ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇല്ലേ, ഞാനത് മനസ്സിലാക്കുന്നു. നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംസാരിച്ചതുപോലെ ഇത് പിന്നെ കോൺഗ്രസോ അല്ലെങ്കിൽ വലതുപക്ഷ ശക്തികൾ ഇതിനെ എന്തോ ചട്ടുകമാക്കി ഉപയോഗിക്കുന്നു എന്നൊന്ന് പറഞ്ഞു വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം കോൺഗ്രസ് ഇത് UNA പോലെയുള്ള നഴ്സിംഗ് സംവിധാനത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ജോലിക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയെ വളരെ കൃത്യമായി അവർ സമരം ചെയ്യുന്നു. ആ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും. ആശാ വർക്കർമാരുടെ സമരം നടന്നപ്പോൾ അതിനെയും അത്തരത്തിൽ സപ്പോർട്ട് ചെയ്തൊരു സംവിധാനമാണുള്ളത്. തെരഞ്ഞെടുപ്പ് വരികയല്ലേ എന്ന് കരുതി പ്രതിപക്ഷം അതങ്ങ് ഏറ്റെടുത്ത് ഹൈജാക്ക് ചെയ്ത് അതങ്ങ് സർക്കാരിനെതിരെ ഉപയോഗിച്ച് കളയാം എന്നുള്ള ധാരണയിലല്ല ഈ സമരത്തെ കാണേണ്ടത്. ഇപ്പോൾ നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി കാണുന്ന വളരെ സങ്കുചിതമായ അർത്ഥത്തിലല്ല ഈ സമരത്തെ മനസ്സിലാക്കേണ്ടത്. കാരണം നാം നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞൊരു പദമാണ്, ഇതൊരു അവശ്യ സർവീസാണ്. നേരത്തെ ഇവിടെ ഇരിക്കുന്ന ഹോസ്പിറ്റൽ അസോസിയേഷൻ്റെ പ്രതിനിധിയും പറഞ്ഞു ഇതൊരു അവശ്യ സർവീസാണ്. അവശ്യ സർവീസ് ഏറ്റവും അടിയന്തരമായ ഘട്ടങ്ങളിൽ നമുക്ക് അതും ആരോഗ്യം പോലെയുള്ള നമ്മുടെ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആദ്യം ചെയ്തു കൊടുക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ ജോലിയും അതിന് അവർക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള പിന്നെ സാലറി ഉൾപ്പെടെ വേതനത്തിന്റെ പാക്കേജ് ഉൾപ്പെടെയാണ് നൽകേണ്ടത്. നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുക, ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഒരു അവശ്യ സർവീസായിട്ട് പരിഗണിക്കുന്ന ഒന്നാണ് ഈ ആതുര സേവന മേഖല, പ്രത്യേകിച്ച് നഴ്സുമാര് പോലെയുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് അത് ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഉൾപ്പെടുന്ന മുഴുവൻ നഴ്സുമാരും വിദേശത്ത് ഉൾപ്പെടെ പോയി ജോലി ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അപ്പോൾ നമ്മൾ മാലാഖമാരെന്ന് വിളിക്കാനും ഇത് അവശ്യ സർവീസാണ് എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കാനും മാത്രം നമ്മൾ നിന്നാൽ പോരാ. അതിനപ്പുറത്തേക്ക് അവശ്യ സർവീസിന് കൊടുക്കാൻ കഴിയുന്ന ആ വേതനത്തിൻ്റെ പാക്കേജുകൾ വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ 10,000 രൂപ, 6,000 രൂപ, 12,000 രൂപ, 15,000 രൂപ എന്നൊക്കെ പറയുന്നത് കൊണ്ട് എങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഓട്ടോ വിളിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നൊരു നഴ്സാണെങ്കിൽ ഒരു 10 കൊല്ലം മുൻപത്തെ ഓട്ടോ ചാർജും ഇപ്പോഴത്തെ ഓട്ടോ ചാർജും മാത്രം ഒന്ന് കൂട്ടി നോക്കുക. ഇതുകൊണ്ട് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അതിനെയൊന്നും ഇപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അസോസിയേഷനൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ജാസ്മിൻ ഷാ തന്നെ പറയുകയുണ്ടായി, ചെറിയ മാനേജ്മെന്റുകളൊക്കെ ഇതിൽ ഒപ്പിട്ടു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള ദയ ഹോസ്പിറ്റലും മദർ ഹോസ്പിറ്റലും ഉൾപ്പെടെയുള്ള അവർക്ക് സിംഗിൾ ആശുപത്രി അല്ലെങ്കിൽ സിംഗിൾ ഹോസ്പിറ്റൽ ഓണേഴ്സ് ആയിട്ടുള്ള പല ആളുകളും ഇതിൽ ഒപ്പിടുന്നു.
അപ്പോൾ അവരെ അത് ബാധിക്കുന്നതൊക്കെ നമുക്കറിയാം. കാരണം ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള കാറ്റഗറൈസേഷൻ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവരോടും യൂണിഫോം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുകയില്ല. നമ്മുടെ ബെഡിനനുസരിച്ച്, ബെഡ് കപ്പാസിറ്റിക്കൊക്കെ അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുക. അപ്പോൾ കാർഡടച്ച് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളെ പരിഗണിക്കുക, അവരെ കേൾക്കുക. ഞാൻ പറയുന്നത് ഭീമൻ കുത്തകകൾ 200 കോടി നഷ്ടമുണ്ടാക്കുന്നു എന്ന് പറയുന്ന ഭീമൻ കുത്തകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കേൾക്കാൻ തയ്യാറാവണം. അവരൊരുപക്ഷെ വളരെ അനുഭാവപൂർണമായിട്ടാണ് ഈ സമരങ്ങളോട് പ്രതികരിച്ചത് എന്നുള്ളത് വലിയ അത്ഭുതം ഉളവാക്കുന്ന കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.